السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്ന് നമുക്ക് ഖസീദത്തുൽ ബുറ ആരംഭിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു തുടങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മാ സജ്തദം അൻ ജറാമിൻ മുഖ്ലത്തിൻ ബിദമി مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أم هبت الريح من تلقاء كظلمة وأومض البرق في الظلماء من إظلام فما لعينيك إن قلت كفوفا عامتا فما لقلبك إن قلت استفيق يهيم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أيحسب الصب أن الحب منكتم ما بين منسجم منه ومرترم لولا الهوى لم ترق دمعا على طلل ولا أرقت لذكر الباني والعالم فكيف تنكر حبا بعدما شهدت به عليك عدول الدمع والسقام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ബുർദാഹ് അഥവാ ഖസീദത്തുൽ ബുർദ, ആ ഖസീദത്തുൽ ബുർദയെ നാം ഇന്നലെ പറഞ്ഞതുപോലെ 10 പാർട്ടുകളാക്കി തിരിച്ചിരിക്കുകയാണ്. 160ഓളം വരികളുള്ള ആ ബൈത്ത് അഥവാ ആ കവിതാ സമാഹാരത്തെ 10 പാർട്ടുകളായി ബഹുമാനപ്പെട്ടവർ തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ പാർട്ടിൽ പറയുന്നത് എന്താണ്? അൽ അവ്വലു ഫിൽ അസിൽ. ഒന്നാമത്തത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗം പ്രകടിപ്പിച്ചുകൊണ്ടുള്ളതാണ്. രണ്ടാമത്തത് ദേഹേച്ഛയിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്ന ശക്തമായ താക്കീത് ചെയ്തുകൊണ്ടുള്ളതാണ്. മൂന്നാമത്തത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ടുള്ളതാണ്. നാലാമത്തെ പാർട്ടിലുള്ളത് എന്താണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അഞ്ചാമത്തെ പാർട്ടിലുള്ളത് എന്താണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. ആറാമത്തേത് ഖുർആനെ പ്രശംസിച്ചുകൊണ്ട് ഖുർആന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്നതാണ്. ഏഴാമത്തെ പാർട്ടിലുള്ളത് ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. എട്ടാമത്തെ പാർട്ടിലുള്ളത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ മഹാന്മാരായ സഹാബത്തും നയിച്ച ധർമ്മ സമരങ്ങളെ കുറിച്ചുള്ളതാണ്.
ഒമ്പതാമത്തേത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുൽ എന്നതിനെ കുറിച്ചാണ്. പത്താമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുനാജാത്താണ്. ഇങ്ങനെ 10 പാർട്ടുകളായി ഖസീദത്തുൽ ബുർദയെ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു തരംതിരിച്ചിരിക്കുകയാണ്. 160 വരികളാണ് ഖസീദത്തുൽ ബുർദക്കുള്ളത്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, നാം പറഞ്ഞു ആദ്യത്തെ പാർട്ട് നബിതങ്ങളോടുള്ള അങ്ങേയറ്റത്തെ അനുരാഗം പ്രകടിപ്പിച്ചുകൊണ്ടുള്ളതാണ്. ആമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്തദം അൻജറാമിൻ മുഖ്ലത്തിൻ ബിദമി. ബഹുമാനപ്പെട്ടവരെ ചോദിക്കുകയാണ്, അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി, സലം ദേശത്തിന്റെ അയൽക്കാരെ ഓർത്തതിനാലാണോ? സലം ദേശം എന്ന് പറഞ്ഞാൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. ആ സലം എന്ന് പറയുന്ന സ്ഥലം, ആ സലം ദേശത്തിന്റെ അയൽക്കാർ, സലം ദേശത്തിന്റെ അയൽക്കാർ എന്ന് പറഞ്ഞാൽ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി തങ്ങളുടെ ചാരത്ത് തന്നെ അന്തിയുറങ്ങുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ മഹാന്മാര്, ആ 3 മഹാന്മാരെയും ഓർത്തതിനാലാണോ? സലം ദേശത്തിന്റെ അയൽക്കാരെ ഓർത്തതിനാലാണോ? മസജ്തദം അൻജറാമിൻ മുഖ്ലത്തിൻ ബിദമി, കണ്ടടത്തിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ണുനീർ, ആ കണ്ണുനീരിനെ രക്തവുമായി കലർത്തിയത്, രക്തം കലർന്ന കണ്ണുനീർ കണ്ണിൽ നിന്ന് ചാലിട്ടൊഴുകാൻ കാരണം സലം ദേശത്തിന്റെ അയൽക്കാരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ഈ 3 മഹാന്മാരെയും ഓർത്തതിനാലാണോ കണ്ണേ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ഖസീദത്തുൽ ബുർദയുടെ തുടക്കത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ വളരെ അർത്ഥവത്തായ അർത്ഥസമ്പുഷ്ടമായ രൂപത്തിലുള്ള കവിതകളാണ് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ഖസീദത്തുൽ ബുർദയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് മുഴുവനുമായി പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതുവഴി നബിതങ്ങളോടുള്ള അങ്ങേയറ്റത്തെ അനുരാഗം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.